നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും കോവിഡ് പരിശോധനയും പ്രതിദിന രോഗികളുടെ എണ്ണവും കുറഞ്ഞു. മരണസംഖ്യ വർദ്ധിക്കുന്നു. 27,487 പുതിയ രോഗികൾ. 24 മണിക്കൂറിനിടെ 99,748 സാമ്പിളുകൾ പരിശോധിച്ചു. ജില്ലയിൽ 3,443 പേർക്ക് രോഗബാധ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 33.58%. 3,694 പേർക്ക് രോഗമുക്തി. താനൂർ മൂലക്കൽ ദയാ ആശുപത്രി കോവിഡ് ആശുപത്രിയായി പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിൽ കോവിഡ് വ്യാപനം കൂടിയ മേഖലകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി തുടരും. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും അകത്തേക്കും പുറത്തേക്കുമുള്ള യാത്ര നിയന്ത്രിക്കും. നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ. ജില്ലയിൽ 6 ലക്ഷത്തിലധികം പേർ കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചു. ശനിയാഴ്ച വരെ 6,08,021 പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. രണ്ടാംഘട്ട വാക്സിൻ വിതരണവും ഇതോടൊപ്പം നടക്കും. പോലീസുകാർക്കിടയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. നിലവിൽ 1,280 പോലീസുകാരാണ് കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. കോവിഡ് രണ്ടാം തരംഗം രൗദ്രഭാവത്തിൽ തിരൂരിൽ ശക്തിയാർജിക്കുമ്പോൾ യാതൊരു പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ നഗരസഭാ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഗിരീഷ്. തിരൂർ ജില്ലാ ആശുപത്രി കോവിഡ് ബ്ലോക്കിൽ ഓക്സിജൻ സൗകര്യമടക്കം നൽകി 80 ബെഡുകളായി ഉയർത്തുവാൻ തീരുമാനം. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് പരിശോധനകളും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. അതേസമയം മരണസംഖ്യ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. 27,487 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 99,748 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 27.56%. രോഗമുക്തരുടെ എണ്ണവും ഉയർന്നു. 31,209 പേർ രോഗമുക്തരായി. 65 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 5,879 സംസ്ഥാനത്ത് ഇന്ന് 27,487 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 99,748 പരിശോധനകളാണ് നടന്നത്. മരണസംഖ്യ 65. ഇപ്പം ചികിത്സയിലുള്ളത് 4,19,726 പേരാണ്. കഴിഞ്ഞ 3 ദിവസത്തെ ശരാശരി എടുക്കുമ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 3,494 പേർക്കും മലപ്പുറത്ത് 3,443, തൃശൂർ 3,280, എറണാകുളം 2,834, കോഴിക്കോട് 2,522, പാലക്കാട് 2,297, കൊല്ലം 2,039, ആലപ്പുഴ 1,908, കണ്ണൂർ 1,838, കോട്ടയം 1,713, കാസർഗോഡ് 919, പത്തനംതിട്ട 480, ഇടുക്കി 422, വയനാട് 328 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 99,748 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ആകെ 11 പേരിലാണ് ജനിതക വകമാറ്റം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 65 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 5,879 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 255 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 24,815 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,303 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 114 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 31,209 പേർ രോഗമുക്തി നേടി. 15,04,160 പേർ ഇതേവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 9,89,991 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് പുതിയ 2 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. നിലവിലാകെ 798 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ജില്ലയിൽ 3,443 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലൂടെ 3,253 പേർ രോഗബാധിതരായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 33.58%. രോഗമുക്തരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശ്വാസം പകരുന്നു. 3,694 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. ജില്ലയിൽ തിങ്കളാഴ്ച 3,443 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 33.58% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗബാധിതരാകുന്നവർ വർദ്ധിക്കുന്ന സ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. തിങ്കളാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ 3,253 പേർക്കും രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധയുണ്ടായത്. 120 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. 2 ആരോഗ്യ പ്രവർത്തകർക്കും വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിലെത്തിയ 91 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. 72,252 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. അതിനിടെ കോവിഡ് രോഗം ഭേദമാകുന്നവരുടെ നിരക്ക് അനുദിനം ഉയരുന്നത് ജില്ലക്ക് ആശ്വാസമാകുകയാണ്. 3,694 പേരാണ് തിങ്കളാഴ്ച രോഗമുക്തരായത്. ഇതോടെ ജില്ലയിൽ കോവിഡ് ബാധിച്ച ശേഷം രോഗമുക്തരാകുന്നവരുടെ എണ്ണം 1,59,387 ആയി. ഇതുവരെയായി ജില്ലയിൽ 725 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്.
താനൂർ മൂലക്കൽ ദയാ ആശുപത്രി കോവിഡ് ആശുപത്രിയായി പ്രവർത്തനം ആരംഭിച്ചു. പൂർണ്ണമായും കോവിഡ് ആശുപത്രിയായി മാറിയതോടെ തീരദേശ മേഖലയിൽ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ആശ്വാസമായി മാറുകയാണ്. എല്ലാ സൗകര്യങ്ങളും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. 3 പുതിയ വെന്റിലേറ്റർ കൂടി ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്ന് ജില്ലാ കളക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കോവിഡ് ആശുപത്രിയായി ഉയർത്തിയ താനൂരിലെ ദയാ ആശുപത്രി ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. നിലവിൽ ആശുപത്രിയിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രിയുടെ പ്രവർത്തനം തിങ്കളാഴ്ച മുതൽ തന്നെ ആരംഭിച്ചതായും കളക്ടർ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിനാണ് ആശുപത്രി കൈമാറിയത്. നിലവിൽ 280 ബെഡും 20 ICUവും 3 വെന്റിലേറ്റർ സൗകര്യവും ആശുപത്രിയിലുണ്ട്. 3 പുതിയ വെന്റിലേറ്റർ കൂടി ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ കോവിഡ് വ്യാപനം വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റി അവൈലബിലിറ്റീൻ്റെ ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തി. എസ്പെഷ്യലി എന്തൊക്കെ ജില്ലയിൽ എന്തൊക്കെ ഹോസ്പിറ്റൽസ് അടച്ചിട്ടുണ്ട്, അതുപോലെ എന്തൊക്കെ ഹോസ്പിറ്റൽ വളരെ നല്ല ഫുൾ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കാൻ പറ്റിയെന്നില്ല, ഇങ്ങനെയുള്ള ഒരു അനലൈസ് ചെയ്തു. അതുപോലെ തന്നെ ഓക്സിജൻ ഉത്പത്തി സാധനങ്ങളായിട്ടുള്ള ഇപ്പോൾ ചേലാരയിലെ തന്നെ ഉണ്ട്, ചെറുവട്ടത്തിൽ ഒരു പ്ലാന്റ് ഇപ്പോൾ പൂട്ടി കിടക്കുന്നുണ്ട്, അത് നമ്മൾ ഇന്ന് റിവൈവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ദയാ ഹോസ്പിറ്റൽ ഇങ്ങനെ ജനത ഹോസ്പിറ്റലല്ലേ, ജനത ഹോസ്പിറ്റൽ ഇങ്ങനെ പൂട്ടി കിടക്കുന്നതായിട്ട് നമ്മൾക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില നമ്മൾ കളിഞ്ച ഫസ്റ്റ് ഫേസിലെ കോവിഡിൻ്റെ CFLTSും ഇത് പ്രവർത്തിച്ച ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അതുകൊണ്ട് വന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരു CFLTC ആയിട്ടോ അല്ലെങ്കിൽ CSLT സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ ആയിട്ട് രൂപീകരിക്കാനാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഫെസിലിറ്റി എല്ലാം ഡോക്ടർ ടീം അയച്ചു, എല്ലാം കംപ്ലീറ്റ് വെരിഫൈ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഒരു ഡെഡിക്കേറ്റഡ് കോവിഡ് ഹോസ്പിറ്റലായിട്ട് മാറ്റാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഓൾറെഡി നിലവിൽ ഉണ്ട്. പക്ഷേ ഇത് അനാവശ്യമായിട്ട് പൂട്ടിക്കിടക്കുന്നത് കൊണ്ട് എല്ലാ സൗകര്യങ്ങളും പാർക്കിംഗ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയ ശേഷമാണ് ഇത് ഒരു കോവിഡ് ഹോസ്പിറ്റലായിട്ട് മാറ്റാൻ നമ്മൾ ജില്ലാ ഭരണകൂടവും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ നമ്മൾ തീരുമാനിച്ചിരുന്നു. 20 ഡോക്ടർമാർ, 36 നഴ്സുമാർ, 5 ഫാർമസിസ്റ്റുകൾ, 3 ലാബ് ടെക്നീഷ്യന്മാർ, 25 ക്ലിനിക് സ്റ്റാഫുകൾ കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ, സെക്യൂരിറ്റികൾ അടക്കമുള്ളവരെ നിയോഗിച്ചിട്ടുണ്ടെന്നും സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് നൽകുമെന്നും സ്റ്റാഫുകളുടെ കുറവുണ്ടെങ്കിൽ ഗവൺമെന്റ് സ്റ്റാഫുകളെ നൽകുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. 20 ICU ആണ്, എല്ലാ സംവിധാനങ്ങളുള്ള ഹൈ ഫ്ലോ നാസൽ കനല, പിന്നെ വെന്റിലേറ്റേഴ്സ് ആൾമോസ്റ്റ് 3 വെന്റിലേറ്റേഴ്സാണ് ഉണ്ട്. ഒന്നും കൂടി ഞങ്ങൾ ഒരു 3-4 വെന്റിലേറ്റേഴ്സ് പുറത്തിരുന്ന് എവിടെയെങ്കിലും യൂസ് ചെയ്യാതെ ഉണ്ടല്ലോ, നമ്മൾ തന്നെ അതെല്ലാം എടുത്ത് ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു ഫുൾ ഫ്ലഡ്ജഡ് ഈ ഏരിയ താനൂർ, തിരൂർ പോലുള്ള എസ്പെഷ്യലി ഈ കോസ്റ്റൽ മേഖലകളിൽ കുറച്ചും കൂടിയും ഫെസിലിറ്റീസ് ഇല്ലാതെ കൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും സീരിയസ് പേഷ്യൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത് പോകണം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആയിരിക്കും. അപ്പോൾ ഒരു 1.5 hour ട്രാവൽ ആവശ്യമാണ്. അതാണ് ഒരു പേഷ്യൻറ്റിൻ്റെ ക്രിട്ടിക്കൽ പേഷ്യൻ്റ് ഏറ്റവും ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നതാണ്. ചിലപ്പോൾ രക്ഷിക്കാനും പറ്റും, ചിലപ്പോൾ ഈ ടൈമില്ലാതെ കൊണ്ട് രക്ഷിക്കാൻ മരിക്കുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്യാനാണ് ജില്ലാ ഭരണകൂടം ഇങ്ങനെ ഒരു വളരെ സീരിയസ് ആയിട്ട് നോക്കിയിട്ട് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് റിസ്ക് എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. CFLTC ആയി പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയായിരുന്നു ഇത്. CFLTC ആക്കാനായിരുന്നു പിന്നീടും തീരുമാനം. എന്നാൽ പരിശോധനയിൽ കോവിഡ് ആശുപത്രിയാക്കാൻ കഴിയുന്ന സൗകര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ കോവിഡ് ആശുപത്രിയാക്കി മാറ്റുകയായിരുന്നു. ആശുപത്രി മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു 12 ഡോക്ടേഴ്സും ഫിസിഷ്യൻ അടക്കമുള്ള 12 ഡോക്ടേഴ്സും 36 നഴ്സുമാരും 5 ലാബ് ടെക്നീഷ്യനും ഫാർമസിസ്റ്റും 3 ലാബ് ടെക്നീഷ്യനും 25 ക്ലീനിങ് സ്റ്റാഫും അതുപോലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വേണ്ടിയുള്ള എല്ലാ സ്റ്റാഫും സെക്യൂരിറ്റി പോലുള്ള ഇത്ര വലിയ സംവിധാനത്തിൽ സെക്യൂരിറ്റി പ്രധാനമാണ്. ചിലപ്പോൾ ഈ സമയങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് പ്രശ്നപേർ ഉണ്ടാക്കാൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സംയോജിതമായിട്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തും ഹോസ്പിറ്റലിൻ്റെ ടീമും പിന്നെ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫും സംയോജിതമായി നന്നായിട്ട് ആവശ്യമുള്ള ട്രെയിനിങ്ങും അതുപോലെ ചിലപ്പോൾ സ്റ്റാഫ് കുറവായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് സപ്പോർട്ടും സ്റ്റാഫ് കൊടുക്കും. അതുകൊണ്ട് ഇത് ഒരു ഫുൾ ഫ്ലെജ്ഡ് കോവിഡ് ഹോസ്പിറ്റലായിട്ട് മാറാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും കോവിഡ് ആശുപത്രിയായി മാറിയതോടെ തീരദേശ മേഖലയിൽ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ആശ്വാസമായി മാറുകയാണ്. നേരത്തെ ഗുരുതരമായ രോഗമുള്ളവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രിയിലേക്കായിരുന്നു കൊണ്ടുപോയിരുന്നത്. എന്നാൽ നിലവിൽ വെന്റിലേറ്റർ അടക്കമുള്ള സൗകര്യം ദയാ ആശുപത്രിയിൽ ഒരുക്കുന്നതോടെ ജനങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ ചികിത്സ ലഭ്യമാക്കാൻ കഴിയും എന്നത് ഏറെ ഗുണകരമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത്, രാജമാണിക്യം IAS, ഡോക്ടർ ഷിനാസ് ബാബു, ഡോക്ടർ പ്രവീണ, പ്രീതി, ആശുപത്രി MD ഡോക്ടർ മുഹമ്മദ് കുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അഷ്റഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആബിദ ഫൈസൽ, T നിയാസ്, അംഗങ്ങളായ VK ജലീൽ, KVA ഖാദർ, ആശുപത്രി CEO ജാസ്മിൻ ഷാ എന്നിവരും സംബന്ധിച്ചു.
കോവിഡ് ആശുപത്രിയായി ഉയർത്തിയ താനൂർ ദയ ആശുപത്രിയിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധിയും അജ്ഫാൻ ഗ്രൂപ്പ് ചെയർമാൻ കൂടിയായ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി ഹാജി പറഞ്ഞു. ആശുപത്രിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ആശുപത്രി മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡ് ആശുപത്രിയായി ഉയർത്തിയ താനൂർ മൂലക്കലിലെ ദയ ആശുപത്രിയിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധിയും അജ്ഫാൻ ഗ്രൂപ്പ് ചെയർമാനുമായ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി ഹാജി പറഞ്ഞു. ഇന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കോവിഡ് ഹോസ്പിറ്റൽ ഇതിന് നന്ദി പറയേണ്ടത് നമ്മൾ മെയിനായിട്ട് നമ്മളെ മലപ്പുറം കലക്ടറോടാണ്. അദ്ദേഹം എല്ലാ ഫുൾ റിസ്ക് എടുത്തിട്ടാണ് നമുക്ക് ഇതിൻ്റെ പേപ്പർ വർക്ക് ചെയ്ത് തന്നത്. രണ്ടാമത് നമുക്ക് ഏറ്റവും അധികം കടപ്പാടുള്ളത് ഈ ബിൽഡിംഗ് വിട്ട് തന്ന പബ്ലിക്കിന് വിട്ട് തന്ന നമ്മളെ കുഞ്ഞീദോജിനോടാണ്. കുഞ്ഞീദോജിനോട് ഈ വിവരം പോയി നമ്മൾ പറഞ്ഞു ഇങ്ങനെ കോവിഡ് സെൻറ്റർ തുടങ്ങണേ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞീദോജി പറഞ്ഞു ഞാൻ ഫ്രീ ആയിട്ട് എനിക്ക് ₹1 പോലും വാടക വേണ്ട, ഞാൻ വിട്ടു തരാമെന്ന് പറഞ്ഞു. ഈ വിവരം ഞങ്ങൾ കലക്ടറോട് പോയി പറഞ്ഞു. കലക്ടർ എടുത്ത് പോയി പറഞ്ഞപ്പോൾ കലക്ടർ പറഞ്ഞു പരമാവധി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനിത് പാസ്സാക്കി തരാം. അങ്ങനെയാണ് കലക്ടർ എല്ലാ റിസ്ക് എടുത്തിട്ട് നമുക്ക് ഈ കോവിഡ് ഹോസ്പിറ്റലിൽ നിന്ന് താനൂർ തുറക്കാനുള്ള സൗകര്യപ്പെടുത്തി തന്നത്. ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ആശുപത്രി മാനേജ്മെന്റ് സൗകര്യങ്ങൾ ഒരുക്കിയത്. ഇനിയും ഈ മഹാമാരി കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി എന്താണോ വേണ്ടത് അതെല്ലാം ഒരുക്കി നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ബാക്കിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾക്ക് 2 മാസമായി ഞാനും ജാസ്മിൻ എന്ന് പറഞ്ഞ ഈ ഹോസ്പിറ്റലിലെ CEO ഞങ്ങൾ രണ്ടാളും കൂടിയാണ് 2 മാസമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾക്കിവിടെ ഈ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത്. ഞങ്ങളൊരു വലിയ ആഗ്രഹമായിരുന്നു, അത് അള്ളാഹു പൂർത്തിയാക്കി തന്നു എന്ന് തന്നെ പറയാം. ഇൻഷാ അല്ലാഹ് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കുറവ് ഞങ്ങൾ വരുത്തില്ല. എന്തായാലും ശരി, ഡോക്ടർമാരും നഴ്സുമാരും ലേബർമാരും മിഷനറികളും ഫുള്ള് ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞാനും കുഞ്ഞീദോജിയാണ് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ജില്ലയിൽ കോവിഡ് വ്യാപനം കൂടിയ മേഖലകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി തുടരും. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കുമുള്ള യാത്ര നിയന്ത്രിക്കുമെന്നും മെഡിക്കൽ എമർജൻസി, വിവാഹം, മരണം, മറ്റ് ആവശ്യങ്ങൾക്ക് അല്ലാതെയുള്ള യാത്രകൾ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 40% കൂടുതലും 200 ആക്റ്റീവ് കേസുകളുള്ളതുമായ പഞ്ചായത്തുകളും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 40% കൂടുതലും 500-ൽ കൂടുതൽ ആക്റ്റീവ് കേസുകളുള്ളതുമായ നഗരസഭകളും പൂർണ്ണമായും കണ്ടെയ്ൻമെന്റ് സോണായി തുടരും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 40% കുറവും 300-ലധികം ആക്റ്റീവ് കേസുകളുള്ളതുമായ പഞ്ചായത്തുകൾക്ക് ഇത് ബാധകമാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 40% കൂടുതലും 200-ൽ കുറവ് കോവിഡ് രോഗികളുമുള്ള പ്രദേശങ്ങളും വാർഡ് തലത്തിൽ കണ്ടെയ്ൻമെന്റ് സോണാണ്. 500-ൽ കൂടുതൽ കോവിഡ് രോഗികളുള്ളതും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 40% താഴെയും മറിച്ചുമായ നഗരസഭകളും ഡിവിഷൻ തലത്തിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തും. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കുമുള്ള യാത്ര നിയന്ത്രിക്കും. മെഡിക്കൽ എമർജൻസി, വിവാഹം, മരണം, മറ്റാവശ്യങ്ങൾക്ക് അല്ലാതെയുള്ള യാത്രകൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ യാതൊരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ലെന്ന മുൻകരുതൽ നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ അറിയിച്ചു. ജില്ലയിൽ 6 ലക്ഷത്തിലധികം പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. ശനിയാഴ്ച വരെ 6,08,021 പേരാണ് വാക്സിൻ സ്വീകരിച്ചതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സർക്കാർ നിശ്ചയിച്ച മുൻഗണനാക്രമത്തിലാണ് വാക്സിൻ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുന്നത്. 2ാം ഘട്ട വാക്സിൻ വിതരണവും ഇതോടൊപ്പം നടക്കും. ജില്ലയിൽ 6 ലക്ഷത്തിലധികം പേർ കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചു. ശനിയാഴ്ച വരെ 6,08,021 പേരാണ് വാക്സിൻ സ്വീകരിച്ചതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സർക്കാർ നിശ്ചയിച്ച മുൻഗണനാക്രമത്തിലാണ് വാക്സിൻ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുന്നത്. 2ാം ഘട്ട വാക്സിൻ വിതരണവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. 4,99,497 പേർക്ക് 1ാം ഡോസ് വാക്സിനും 1,08,524 പേർക്ക് 2ാം ഡോസുമാണ് ഇതുവരെ നൽകിയത്. 38,647 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് പ്രതിരോധ വാക്സിൻ 1ാം ഡോസും 27,097 പേർക്ക് 2ാം ഡോസും നൽകി. കോവിഡ് മുന്നണി പോരാളികളിൽ 15,374 പേർക്ക് 1ാം ഡോസും 15,841 പേർക്ക് 2ാം ഡോസും ലഭ്യമാക്കി. പോളിംഗ് ഉദ്യോഗസ്ഥരിൽ 12,477 പേർ 2ാം വാക്സിൻ സ്വീകരിച്ചു. നേരത്തെ 33,545 പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ആദ്യഘട്ട വാക്സിൻ നൽകിയിരുന്നു. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള 4,11,931 പേർ ആദ്യഘട്ട വാക്സിനും 53,101 പേർ 2ാം ഘട്ട വാക്സിനുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. തിരൂർ മേഖലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തിരൂർ ജില്ലാ ആശുപത്രി കോവിഡ് ബ്ലോക്കിൽ ഓക്സിജൻ സൗകര്യമടക്കം നൽകി 80 ബെഡുകളായി ഉയർത്തുവാൻ തീരുമാനം. തിരൂരിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനായി CPM ഏരിയ കമ്മിറ്റി തിരൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടുമായി
നഗരസഭാ ചെയർപേഴ്സണുമായി ചർച്ച നടത്തിയാണ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് നേതാക്കൾ തിരൂരിൽ പറഞ്ഞു. തിരൂർ ജില്ലാ ആശുപത്രി കോവിഡ് ബ്ലോക്കിൽ നിലവിൽ 37 കിടക്കകളാണുള്ളത്. എന്നാൽ തിരൂർ മുനിസിപ്പാലിറ്റി പരിധിയിലടക്കം നിത്യേന 100ഓളം രോഗബാധിതർ ഉണ്ടാകുന്നതിനാൽ കോവിഡ് രോഗികൾ ചികിത്സ കിട്ടാത്ത പ്രയാസത്തിലാണ്. ഇതേ തുടർന്നാണ് CPM തിരൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അംസക്കുട്ടിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ടുമായും നഗരസഭാ ചെയർപേഴ്സണുമായും ചർച്ച നടത്തിയത്. ജില്ലാ ആശുപത്രി വിവിധ ഡിവിഷനുകളിൽ നിന്നടക്കമുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് കോവിഡ് ബ്ലോക്കിൽ 80 കിടക്കകളായി ഉയർത്താനും ഇവിടേക്ക് ആവശ്യമായ ഓക്സിജൻ ജില്ലാ ഭരണകൂടം നൽകുവാനും തീരുമാനിച്ചു. CPM നേതാക്കൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായും ജില്ലാ ഭരണകൂടവുമായി ഇടപെട്ടാണ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും CPM നേതാക്കൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് കോവിഡ് രോഗികൾ വ്യാപകമായിട്ട് മുനിസിപ്പാലിറ്റിയിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ 37 കിടക്കകൾ എന്നുള്ളത് 80 കിടക്കകളായിട്ട് അടിയന്തരമായിട്ട് വർദ്ധിപ്പിക്കാമെന്ന് സൂപ്രണ്ട് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ആശുപത്രിയിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രയാസം അളവിനനുസരിച്ചുള്ള ഓക്സിജൻ സമയത്തിന് ലഭ്യമല്ല എന്നുള്ളതാണ്. ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതാക്കന്മാരുമെല്ലാം ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ജില്ലാ ഭരണകൂടം തിരൂർ ജില്ലാ ആശുപത്രിക്ക് അനുവദിച്ചു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഓക്സിജൻ ക്ഷാമമുണ്ടാകില്ലെന്നും ജീവനക്കാരുടെ കുറവ് NRHMമായി പരിഹരിക്കുമെന്നും സൂപ്രണ്ട് ഡോക്ടർ ബേബി ലക്ഷ്മി ഉറപ്പ് നൽകി. മറ്റൊരു ചെറിയ പ്രയാസം ഉള്ളത് ഹോസ്പിറ്റലിൽ ജീവനക്കാരുടെ കുറവ് ചെറിയ തോതിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് NRHM അതുപോലെ സർക്കാരിൻ്റെ ഓർഡർ അനുസരിച്ച് കാര്യങ്ങൾ സൗകര്യപ്പെടുത്തുകയാണെങ്കിൽ ഈ ജീവനക്കാരുടെ കുറവ് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ആ കാര്യം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചേരുന്ന കോവിഡ് രോഗികൾക്ക് ആവശ്യമായ സഹായവും സൗകര്യങ്ങളും ഉറപ്പ് കൊടുക്കണമെന്ന് ജില്ലാ സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശുപത്രി സൂപ്രണ്ട് അത് ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. തിരൂർ നഗരസഭാ പരിധിയിൽ കോവിഡ് വ്യാപിക്കുന്നതിനാൽ നഗരസഭാ അധികൃതർ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സണോട് ആവശ്യപ്പെട്ടു. അതുപോലെ തിരൂർ മുനിസിപ്പൽ ഭരണസമിതി കുറേ കൂടി ജാഗ്രതയോടുകൂടിയിട്ട് ഇതിനെ സമീപിക്കേണ്ടതുണ്ട്. ആ കാര്യം വളരെ കർശനമായിട്ട് തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സണെ കണ്ട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഡൊമിസിലിയറി കെയർ സെൻറ്റർ നമ്മുടെ തിരൂരിലെ ബഡ്സ് സ്കൂള് DCC ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആവശ്യമായ സൗകര്യങ്ങളും മറ്റും നൽകുന്ന കാര്യത്തിൽ അവ്യക്തതകൾ നിലനിന്നിരുന്നു. ചെയർപേഴ്സൺ പറഞ്ഞിട്ടുള്ളത് ഈ ബഡ്സ് സ്കൂളിൻ്റെ സൗകര്യങ്ങൾ അടിയന്തരമായിട്ട് വർദ്ധിപ്പിക്കാമെന്നും കാര്യമായ അസുഖങ്ങളില്ലാത്ത കോവിഡ് പേഷ്യൻസിനെ നമുക്ക് നിർബന്ധമായും ബഡ്സ് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം ഒരുക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. സമൂഹ അടുക്കള ഉടൻ ആരംഭിക്കണമെന്നും നഗരത്തിൽ അലഞ്ഞു തിരിയുന്നവർക്ക് ഷെൽട്ടർ സൗകര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടു. ചെയർപേഴ്സൺ ഇതെല്ലാം പരിഗണിക്കുമെന്ന് ഉറപ്പ് നൽകിയതായി നേതാക്കൾ പറഞ്ഞു. സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി നഗരസഭയിലെ എല്ലാ RRTയിലും CPM പ്രവർത്തകരുടെ സേവനവും നേതാക്കൾ ഉറപ്പ് നൽകി. ചർച്ചകൾക്ക് അഡ്വക്കേറ്റ് പി അംസക്കുട്ടിക്ക് പുറമെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എസ് ഗിരീഷ്, PP ലക്ഷ്മണൻ, B ഗോവിന്ദൻകുട്ടി എന്നിവരും പങ്കെടുത്തു. കോവിഡ് പ്രതിരോധം തിരൂർ നഗരസഭയിൽ കൺട്രോൾ റൂമും സൗജന്യ ആംബുലൻസ് സർവീസും ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ആംബുലൻസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. കോവിഡ് പോസിറ്റീവ് രോഗികൾക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിന് ആംബുലൻസ് സേവനം ലഭ്യമാക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. കോവിഡ് ജാഗ്രതയുടെ ഭാഗമായി തിരൂർ നഗരസഭയിലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. നഗരവാസികൾക്ക് സൗജന്യ ആംബുലൻസ് സർവീസും ഏർപ്പെടുത്തി. പോസിറ്റീവ് രോഗികൾക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിന് ആംബുലൻസ് സേവനം ലഭ്യമാക്കും. ചെയർപേഴ്സൺ AP നസീമ ഫ്ലാഗ് ഓഫ് ചെയ്ത ആംബുലൻസ് സർവീസും കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചു. തിരൂർ നഗരസഭ ഇന്ന് വർദ്ധിച്ചു വരുന്ന COVID-19 പശ്ചാത്തലത്തിൽ ഒരു കോവിഡ് കൺട്രോൾ റൂം ആരംഭിച്ചിരിക്കുകയാണ്. തിരൂർ നഗരസഭയിലെ 38 വാർഡുകളിലെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും തിരൂർ നഗരസഭയുടെ സൗജന്യ സേവനം എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി നഗരസഭയും ആരോഗ്യ പ്രവർത്തകരും ഒന്നിച്ച് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഒരു പ്രസ്താവന നടത്താനുള്ളത്, ഇനി മുതൽ തിരൂർ നഗരത്തിൽ ആരും പട്ടിണി കിടക്കാനുള്ള ഒരവസരം ഉണ്ടാക്കരുത് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ചടങ്ങിൽ വൈസ് ചെയർമാൻ P രാമൻകുട്ടി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജിന, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സലാം മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഗിരീഷ്, ഹെൽത്ത് സൂപ്രണ്ട് സുബ്രഹ്മണ്യൻ, HIമാരായ ഖാലിദ്, രഞ്ജിത്ത്, മുൻ കൗൺസിലർ PKK തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള.
വാർത്തകൾ തുടരുന്നു. കോവിഡ് രണ്ടാം തരംഗം രൗദ്രഭാവത്തിൽ തിരൂരിൽ ശക്തിയാർജിക്കുമ്പോൾ യാതൊരു പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്താൻ നഗരസഭാ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ആരോപിച്ചു. കഴിഞ്ഞ മാസം 24-ന് തിരു MS സ്കൂളിൽ 100 കിടക്കകളുള്ള CFLTC ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചെങ്കിലും ഒരു പുരോഗതിയും ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളും ഡൊമിസിലറി കെയർ സെന്ററുകളും ക്വാറന്റൈൻ കേന്ദ്രങ്ങളും ആരംഭിക്കണമെന്ന സർക്കാർ ഉത്തരവ് അവഗണിച്ചതാണ് തിരൂരിൽ കോവിഡ് ബാധിതരുടെ ദുരിതം വർദ്ധിക്കാനിടയാക്കിയതെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ആരോപിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കുവഹിക്കേണ്ടുന്ന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, നഗരസഭാ കൗൺസിൽ എന്നിവ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അജണ്ട വെച്ച് യോഗം ചേരാൻ ഇതേവരെയും തയ്യാറായിട്ടില്ല. നഗരസഭയിലെ LDF കൗൺസിലർമാർ ഈ കാര്യത്തിനായി നഗരസഭാ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി നോട്ടീസ് നൽകിയിട്ടും കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കാൻ തയ്യാറാക്കാത്തത് പ്രതിഷേധാർഹമാണ്. ജനങ്ങളുടെ ആരോഗ്യവും ജീവനും അങ്ങേയറ്റം ഗുരുതരമായ ഭീഷണികൾ നേരിടുന്ന ഈ ഘട്ടത്തിൽ പ്രസ്താവന യുദ്ധങ്ങൾ നടത്തി ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നതിനു പകരം നഗരസഭയെ പ്രവർത്തന സജ്ജമാക്കി വ്യത്യസ്ത പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാനും നഗരസഭ കൗൺസിലിനെ പ്രവർത്തന സജ്ജമാക്കുന്നതിനും നഗരസഭ ഭരണ നേതൃത്വം തയ്യാറാകണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. തിരൂർ നഗരസഭാ പരിധിയിൽ നിത്യേന 100-ലേറെ കോവിഡ് ബാധിതരാണ് ദിനം പ്രതി ഉണ്ടാകുന്നത്. കോവിഡ് പോസിറ്റീവ് ആകുന്നവരെ കണ്ടെത്തി അവരെ കോവിഡ് ഡൊമിസിലറി കേന്ദ്രത്തിലോ CFLTCയിലോ പ്രവേശിപ്പിക്കണമെന്ന ആരോഗ്യവകുപ്പിന്റെ പ്രോട്ടോകോൾ പാലിക്കാൻ നഗരസഭാ അധികൃതർ തയ്യാറാകുന്നില്ല. ഇതേ തുടർന്ന് കോവിഡ് രോഗികൾ അവരവരുടെ വീടുകളിൽ കഴിഞ്ഞതിനാൽ വീട്ടിലുള്ളവർക്കും രോഗം വ്യാപിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി തിരൂരിൽ 300-ലേറെ രോഗികളാണ് ഉണ്ടായത്. നിലവിൽ 800-ലേറെ രോഗബാധിതരാണ് തിരൂർ നഗരസഭാ പരിധിയിലുള്ളത്. എന്നാൽ ഇവർക്കായി യാതൊരുവിധ ചികിത്സാ കേന്ദ്രങ്ങളും ഇതുവരെയും ഒരുക്കാൻ നഗരസഭാ ഭരണസമിതി തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തന സജ്ജമാക്കാത്തതിൻ്റെ ധാരാളം ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങളും നഗരസഭാ കൗൺസിലർമാരും അനുഭവിക്കുകയാണ്. 2 ദിവസം മുമ്പാണ് കോവിഡ് ബാധിച്ച 65 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ ചികിത്സ തേടി ഈ നഗരത്തിലാകെ അലഞ്ഞു തിരിഞ്ഞതിൻ്റെ വാർത്ത പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി നഗരസഭ ആരംഭിച്ചു എന്ന് പറയുന്ന ഹെൽപ്പ് ലൈനിലേക്ക് ഇന്നുൾപ്പെടെ നഗരസഭാ കൗൺസിലർമാരും മറ്റ് ബന്ധപ്പെട്ട രോഗികളും അവരുടെ ആളുകളും ഒക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെടണം, ഇവിടെ ഭക്ഷണമോ മറ്റ് കാര്യങ്ങളോ സജ്ജമാക്കിയിട്ടില്ല എന്ന വിവരമാണ് നൽകുന്നത്. കഴിഞ്ഞ മാസം 24-ന് തിരു MS സ്കൂളിൽ 100 കിടക്കകളുള്ള CFLTC ആരംഭിക്കുമെന്ന് കാണിച്ച നഗരസഭാ ചെയർപേഴ്സൺ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നുവരെ യാതൊരു പുരോഗമനവും ഉണ്ടായില്ല. ഇത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനിടയായപ്പോൾ ജില്ലാ ഭരണകൂടമാണ് ഇക്കാര്യത്തിൽ തുടർ നടപടിയെടുക്കേണ്ടതെന്ന് പറഞ്ഞ് ചെയർപേഴ്സണും ഭരണസമിതിയും കൈയൊഴുകിയായിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ മാസം 26-ന് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിലെ ജീവനക്കാരെ നിയമിക്കുക, മരുന്നുകളും ഉപകരണങ്ങളും വാങ്ങുന്ന അടക്കമുള്ളവ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം കോവിഡ് ലോക്ക്ഡൌൺ നടപ്പാക്കിയപ്പോൾ നഗരത്തിലെ യാചകരടക്കമുള്ള തെരുവിൽ അന്തേവാസികൾക്കായി GMP സ്കൂളിൽ കേന്ദ്രം ആരംഭിക്കുകയും അന്യസംസ്ഥാനക്കാർ അടക്കമുള്ളവർക്ക് ഭക്ഷണം നൽകാൻ സമൂഹ അടുക്കള ആരംഭിക്കുകയും ചെയ്തു. ലോക്ക്ഡൌൺ 3 ദിവസം പിന്നിട്ടിട്ടും സമൂഹ അടുക്കള ആരംഭിക്കാൻ നഗരസഭ ഒരുക്കമെന്നും ആരംഭിക്കാത്തതും കടുത്ത പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് ലോക്ക്ഡൌണിൽ ദുരിതത്തിലായ തെരുവിലെ അന്തേവാസികൾക്ക് കാരുണ്യത്തിന്റെ പൊതിച്ചോറുമായി DYFI തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിരൂർ നഗരത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകിയത്. ലോക്ക്ഡൌൺ നടപ്പാക്കിയതോടെ ഹോട്ടലുകളും മറ്റും അടച്ചിട്ടതോടെ തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണത്തിന് വഴിയില്ലാതായി. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ തിരൂർ നഗരസഭാ ഭരണസമിതി ഇവർക്ക് തിരൂർ GMP സ്കൂളിൽ സംരക്ഷിത കേന്ദ്രം ഒരുക്കുകയും സമൂഹ അടുക്കളയിലൂടെ 3 നേരത്തെ ഭക്ഷണം നൽകുകയും ചെയ്തിരുന്നു. ഇത്തവണ ഈ കേന്ദ്രം ആരംഭിക്കുകയോ സമൂഹ അടുക്കള തുറക്കുകയോ ചെയ്തില്ല. ഇതേ തുടർന്നാണ് DYFI പ്രവർത്തകർ പൊതിച്ചോറ് തയ്യാറാക്കി നഗരത്തിൽ ഭക്ഷണം നൽകിയത്. തിരൂർ താഴെപ്പാലം, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ് എന്നിവിടങ്ങളിലുള്ള അന്തേവാസികൾക്കാണ് ഭക്ഷണം വിതരണം ചെയ്തത്. ഭക്ഷണ വിതരണത്തിന് P. സുമിത്ത്, നൌഫൽ കാവുങ്ങൽ, ഷറഫുദ്ദീൻ, ധനീഷ്, പ്രണവ് എന്നിവർ നേതൃത്വം നൽകി. പോലീസുകാർക്കിടയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. നിലവിൽ 1280 പോലീസുകാരാണ് കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. 2 വാക്സിൻ എടുത്തവർക്ക് പോലും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ പോലീസുകാരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിച്ചു.
മലപ്പുറം, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് കൂടുതൽ പോലീസുകാർക്ക് രോഗബാധയുണ്ടായിട്ടുള്ളത്. ഇടവണ്ണ പോലീസ് സ്റ്റേഷനിലെ 5 പോലീസുകാർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 3 പേർ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. രോഗവ്യാപനം തീവ്രമായ സാഹചര്യത്തിൽ ഇന്നു മുതൽ പോലീസുകാർക്ക് ഷിഫ്റ്റ് സംവിധാനത്തിൽ ഡ്യൂട്ടി പുനഃക്രമീകരിച്ചു. രോഗവ്യാപനം ഉണ്ടായതിനാൽ പല ഡ്യൂട്ടിയിലും മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രതിരോധ ഡ്യൂട്ടി ചെയ്യുന്നവർ സ്റ്റേഷനിൽ വരേണ്ടതില്ലെന്ന് DGP ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ 3ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രവൃത്തി ദിനമായതിനാൽ കൂടുതൽ പേർ പുറത്തിറങ്ങുമോ എന്ന ആശങ്ക പോലീസിനുണ്ട്. ഈ സാഹചര്യത്തിൽ പരിശോധന കൂടുതൽ കർശനമാക്കാനാണ് DGPയുടെ നിർദ്ദേശം. അവശ്യ സർവീസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് യാത്രയ്ക്ക് തിരിച്ചറിയൽ കാർഡ് മതിയാകും. വീട്ടുജോലിക്കാർ, ഹോം നേഴ്സ് തുടങ്ങിയവർക്കായി തൊഴിലുടമ പാസിന് അപേക്ഷിക്കണം. നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് 3065 പേർക്കെതിരെയാണ് ഇന്നലെ കേസെടുത്തത്. പാസിന് ഇതുവരെ 1.25 ലക്ഷത്തോളം പേരാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 81,000-ലേറെ അപേക്ഷകളും നിരസിച്ചിരുന്നു. നിസ്സാര കാര്യങ്ങൾക്കാണ് ഭൂരിഭാഗം പേരും യാത്രാനുമതി തേടുന്നതെന്നും പോലീസ് അറിയിച്ചു. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി അണുനശീകരണം നടത്തി. യുവ കൂട്ടായ്മയായ ഡൗൺ ബ്രിഡ്ജ് തിരൂരിന്റെ നേതൃത്വത്തിലാണ് കോവിഡ് ബാധിതരുടെ വീടുകൾ അണുനശീകരണം നടത്തിയത്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ അണുനശീകരണം നടത്തി യുവ കൂട്ടായ്മയായ ഡൗൺ ബ്രിഡ്ജ് തിരൂർ. കോവിഡ് ബാധിച്ച് നെഗറ്റീവായവരുടെ വീടുകൾ തിരൂർ പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ബാങ്കുകൾ, ATM കൗണ്ടറുകൾ തുടങ്ങിയവിടങ്ങളിലാണ് ക്ലബ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ അണുനശീകരണം നടത്തിയത്. ക്ലബ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ യാസിർ ഇബ്രാഹിം, O സക്കീർ, TP മുനീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അണുനശീകരണ പ്രവർത്തികൾ നടന്നത്. ചെമ്പ്ര ഗ്ലോബൽ KMCCയുടെ നേതൃത്വത്തിൽ ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തു. തിരൂർ നിയുക്ത MLA കുറുക്കോളി മൊയ്തീൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയിലെ 3 വാർഡുകളിലുള്ളവർക്കാണ് കിറ്റ് നൽകിയത്. ഗ്ലോബൽ KMCC ചെമ്പ്ര വർഷം തോറും നടത്തിവരാനുള്ള ഇഫ്താർ കിറ്റ് വിതരണം ചെമ്പ്രയിലെ 7, 8, 9 വാർഡുകളിലെ മുഴുവൻ വീടുകളിലേക്കും വിതരണം ചെയ്തു. നിയുക്ത MLA കുറുക്കോളി മൊയ്തീൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് നടത്തിയ ഈ സാമൂഹ്യ സേവന റിലീഫ് മേഖലയിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ വളരെയേറെ ശ്ലാഘനീയമാണ്. കഴിഞ്ഞ കാലങ്ങളിലെന്ന പോലെ ഈ വർഷവും ചെമ്പ്രയിലെ മുഴുവൻ വീടുകളിലും അതിന് ജാതിയോ രാഷ്ട്രീയമോ മറ്റു മതപരിഗണനകളോ ഒന്നും നൽകാതെ മുഴുവൻ കുടുംബങ്ങളിലും ഈ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി കോവിഡ് എന്ന മഹാമാരിയുടെ കൈപ്പിടിയിൽ വളരെ ആശങ്കാജനകമായി കഴിയുന്ന ഈ സമൂഹത്തിന് മുമ്പിലേക്ക് ഇല്ല, നിങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങളുണ്ട്, താങ്ങായി ഞങ്ങൾ കൂടെയുണ്ട് എന്നവർ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ വീടുകളിലേക്കും ഇങ്ങനെ പെരുന്നാൾ ഭക്ഷണം അടക്കമുള്ള കിറ്റ് എത്തിക്കുവാൻ തീരുമാനിച്ചത് ആർക്കാണ് അഭിനന്ദിക്കാതിരിക്കാനാവുക? ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ കൊക്കോടി മൊയ്തീൻകുട്ടി, വാർഡ് കൗൺസിലർമാർ, ഗ്ലോബൽ KMCC ചെമ്പ്ര പ്രസിഡന്റ് ഉസ്മാൻ കോയ, അനീഷ് ബാബു, നിസാമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. കോവിഡ് ബാധിതരെ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സ്വന്തം വാഹനം വിട്ടു നൽകി മാതൃകയായി വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി. വെട്ടം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അബു ഫൈസൽ വാഹനത്തിന്റെ ചാവി ഏറ്റുവാങ്ങി. പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി, സെക്രട്ടറി അബു ഫൈസൽ, വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ, CPM ലോക്കൽ സെക്രട്ടറി NS ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവാദങ്ങൾ ഉണ്ടാക്കാതെ എല്ലാവരും ഒരുമിച്ച് മഹാമാരിയെ തുരത്തണം. കോവിഡ് ബാധിതരെ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് സൗകര്യം നേരത്തെ ഒരുക്കിയിട്ടുണ്ട്. വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ സ്വകാര്യ വാഹനങ്ങൾ കൂടി സർവീസ് നടത്താൻ ഒരുക്കങ്ങൾ നടന്നു വരുന്നതിനിടയിലാണ് പ്രസിഡന്റിന്റെ സ്വന്തം വാഹനം വിട്ടു നൽകിയതെന്നും ഇത് മാതൃകാപരവും അഭിനന്ദനവുമാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യുസൈനുദ്ദീൻ പറഞ്ഞു. മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പഞ്ചായത്താണ് വെട്ടം ഗ്രാമപഞ്ചായത്ത്. ഒരു ആംബുലൻസ് രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ഉത്തരവ് വന്ന അന്ന് തന്നെ, ഇപ്പോൾ 2 ദിവസം മുമ്പല്ല, മുഖ്യമന്ത്രി നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ച അന്ന് തന്നെ ആംബുലൻസ് വാടകയ്ക്കെടുത്ത പഞ്ചായത്താണ് വെട്ടം ഗ്രാമപഞ്ചായത്ത്. ഇപ്പോൾ ആ ആംബുലൻസ് മതിയാവില്ല, അതിനപ്പുറം സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള സംഗതികൾ ഉപയോഗിക്കണമെന്നും അതിന് നേതൃത്വം കൊടുക്കണമെന്നും ഭരണസമിതികളോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തികച്ചും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാഹനം, അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനം
കോവിഡ് രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പഞ്ചായത്തിന് വിട്ടുകൊടുക്കുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹനീയമായ പ്രവർത്തനമാണ് വട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. അതിന് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തെ എല്ലാ അർത്ഥത്തിലും ഞാൻ പ്രശംസിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. AYF തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണുനശീകരണം നടത്തി. സർക്കാർ സ്ഥാപനങ്ങളും വാഹനങ്ങളുമാണ് അണുനശീകരണം നടത്തിയത്. തിരൂർ താലൂക്ക് ഓഫീസ്, RDO ഓഫീസ്, വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ, വാഹനങ്ങൾ തുടങ്ങിയ ഇടങ്ങളാണ് അണുനശീകരണം നടത്തിയത്. സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് അണുനശീകരണം നടത്തിയത്. AYF നേതാക്കളായ അയൂബ് വളക്കാടൻ, ജബ്ബാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദയ ചാരിറ്റബിൾ ട്രസ്റ്റും തിരൂർ പ്രസ് ക്ലബ്ബും സംയുക്തമായി റംസാൻ പെരുന്നാൾ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. തിരൂർ CITP ഫർഷാദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ദയ ചാരിറ്റബിൾ ട്രസ്റ്റും പ്രസ് ക്ലബ്ബും സംയുക്തമായാണ് റംസാൻ പെരുന്നാൾ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. CITP ഫർഷാദ് മുതിർന്ന അംഗം തിരൂർ ദിനേശിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല പ്രാസംഗികനല്ല, 5 ക്യാമറ നോക്കുമ്പോൾ തീരെ സംസാരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നേരത്തെ വരികയും രാത്രി നേരം വൈകി പോവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ആദ്യം നമ്മളെ കുടുംബവും നമ്മുടെ ജോലി ചെയ്യുന്ന ഭാഗമൊക്കെ നമ്മൾ നോക്കണം. എന്തായാലും 3 വർഷങ്ങളിൽ നടന്നിരുന്ന പോലെ തന്നെ യുദ്ധമായും മഹാമാരിക്കായിട്ടും കൂടെയുള്ളവരെ ഒത്തുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നമ്മൾ പരസ്പരം സഹകരിക്കുന്നതിന് ഉപകാരമെത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസാനം ഈ കോവിഡ് പ്രതിസന്ധി ഘട്ടത്തിലും കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച മാതൃകാപരമായ പ്രവൃത്തിയാണ് പ്രസ് ക്ലബിൻ്റെതെന്ന് CITP ഫർഷാദ് പറഞ്ഞു. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ഈ സംരംഭത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ മംഗലം ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന് സന്തോഷമുണ്ടെന്ന് മാനേജർ KP ഖാദർ മാസ്റ്റർ സൂചിപ്പിച്ചു. സന്തോഷമുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പാണ് ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ തന്നെ ഞങ്ങളുടെ ചെയർമാനുമായി കബീർ, അദ്ദേഹം വിദേശത്താണ്, അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചു. വളരെ സന്തോഷപൂർവ്വം എന്താണോ അവർ ആവശ്യപ്പെടുന്നത് അത് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ഈ വർഷം നമ്മൾ ഏകദേശം 1000-ഓളം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത്. പ്രസ് ക്ലബ് സെക്രട്ടറി MP റാഫി സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ പ്രസിഡന്റ് റജി നായർ അധ്യക്ഷനായിരുന്നു. കോവിഡ് വ്യാപനം തീരദേശ മേഖലയിൽ കോവിഡ് പ്രതിരോധ ഹോമിയോ മരുന്നുകളും ലഘുലേഖകളും വിതരണം ചെയ്തു. തീരദേശ പഞ്ചായത്തായ വെട്ടത്തെ കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ തീരദേശ വാർഡായ പറവണ്ണ ബീച്ചിൽ വാർഡ് മെമ്പർ ഇർഫാന ഡാനിഹാറിന്റെ നേതൃത്വത്തിൽ കോവിഡ് ഹോമിയോ പ്രതിരോധ മരുന്നുകളും ലഘുലേഖകളും വിതരണം ചെയ്തു. 500ഓളം വീടുകളിൽ 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് വിതരണം നടന്നത്. 20-ാം വാർഡിലായിട്ട് ഹോമിയോ ഗുളിക കൊടുക്കാൻ വേണ്ടിയിട്ട് ആശാ വർക്കറും RRT അംഗങ്ങളുമായിട്ട് ഇറങ്ങിയതാണ്. നിലവിൽ ഞങ്ങളുടെ വാർഡിൽ പോസിറ്റീവ് ആരും സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ന് വെട്ടപഞ്ചായത്ത് ഭരണസമിതി നിർദ്ദേശിച്ച പ്രകാരം ഹെൽത്ത് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ച പ്രകാരം ഹോമിയോ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് എന്ന ഗുളികയും അതുപോലെ തന്നെ ലഘുലേഖനയും വീടാന്തരം വാർഡ് മെമ്പർ, RRT പ്രവർത്തകരും, ആശാ വർക്കറും അംഗനവാടി ടീച്ചർമാരും കൂടി ഓരോ വീടുകൾ കയറി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അവർക്കുള്ള നിർദ്ദേശങ്ങളും ഇതിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. തീരദേശത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നേരത്തെ പോസിറ്റീവ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ വാർഡിൽ പോസിറ്റീവ് ഇപ്പോൾ വളരെ കുറവാണ്. പോസിറ്റീവ് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത്. തീർച്ചയായും ഈ തീരദേശവാസികളുടെ ഈ ഒരു സംയമനം, ഈ രോഗത്തോടുള്ള സംയമനം തന്നെയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർന്നും തീരദേശവാസികൾ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് തന്നെയാണ് ജീവിക്കണമെന്ന് ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ്. RRT അംഗങ്ങളായ T ഉമർ, CP റാഫി, K അബ്ദു, KP സെമി ഭാനു, MP റഹീസ്, അക്ബർ, അബ്ദുറഹ്മാൻ, അംഗൻവാടി ടീച്ചർമാരായ ശാന്ത, അംബിക എന്നിവരുടെ നേതൃത്വത്തിലാണ് വിതരണം നടന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിവസവും കോവിഡ് പരിശോധനയും പ്രതിദിന രോഗികളുടെ എണ്ണവും കുറഞ്ഞു. മരണസംഖ്യ വർദ്ധിക്കുന്നു. 27,487 പുതിയ രോഗികൾ. 24 മണിക്കൂറിനിടെ 99,748 സാമ്പിളുകൾ പരിശോധിച്ചു.
ജില്ലയിൽ 3443 പേർക്ക് രോഗബാധ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 33.58%. 3694 പേർക്ക് രോഗമുക്തി. താനൂർ മൂലക്കൽ ദയ ആശുപത്രി കോവിഡ് ആശുപത്രിയായി പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിൽ കോവിഡ് വ്യാപനം കൂടിയ മേഖലകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി തുടരും. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും അകത്തേക്കും പുറത്തേക്കുമുള്ള യാത്ര നിയന്ത്രിക്കും. നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ. ജില്ലയിൽ 6 ലക്ഷത്തിലധികം പേർ കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചു. ശനിയാഴ്ച വരെ 6,08,021 പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. രണ്ടാം ഘട്ട വാക്സിൻ വിതരണവും ഇതോടൊപ്പം നടക്കും. പോലീസുകാർക്കിടയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. നിലവിൽ 1280 പോലീസുകാരാണ് കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. കോവിഡ് രണ്ടാം തരംഗം രൗദ്രഭാവത്തിൽ തിരൂരിൽ ശക്തിയാർജിക്കുമ്പോൾ യാതൊരു പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ നഗരസഭാ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഗിരീഷ്. തിരൂർ ജില്ലാ ആശുപത്രി കോവിഡ് ബ്ലോക്കിൽ ഓക്സിജൻ സൗകര്യമടക്കം നൽകി 80 ബെഡുകളായി ഉയർത്തുവാൻ തീരുമാനം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.